നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഇതിന് സ്ക്രിപ്റ്റ് ഇല്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് വായത്തൊന്നും ഇങ്ങനെ പറയാണ്. വളരെ രാവിലെ തുടങ്ങിയ ഡ്രൈവാണ്. നമ്മളിപ്പോൾ മൂവാറ്റുപുഴ എത്തി. നമുക്ക് പാലക്കാട് എത്തണം, അഥവാ ഷൊർണൂർ എത്തണം. ലെറ്റ്സ് ഹണ്ട് ചായക്കട. ചിയേഴ്സ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഡിസൈൻ ഹൈസ് വിത്ത് സ്റ്റോളൻ. ഇത് എപ്പിസോഡ് എപ്പോഴും പറയുന്ന പോലെ എപ്പിസോഡ് ഞാൻ മറന്നു. എനിക്ക് തോന്നുന്നു 4 or 5 എന്തോ ആണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പേഴ്സണൽ ബ്രാൻഡിനെ കുറിച്ചാണ്. സോ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ കുറേ മിത്സ് ഉണ്ട്, കുറേ ആൾക്കാർക്ക് കുറേ ധാരണകളുണ്ട് ഇതെന്താന്ന്. ചില ആൾക്കാർ അതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊരു പ്രത്യേക ടോപ്പിക്കാണ്. എല്ലാവരും കയറി അഭിപ്രായം പറയുന്ന ഒരു ടോപ്പിക്കാണ് പേഴ്സണൽ ബ്രാൻഡ്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല. ഇതാണ് ശരിയെന്ന് പറയുന്ന ഒരു രേഖകളൊന്നും എവിടെ ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാസ് എന്താണോ പറയുന്നത് അതായിരിക്കും ന്യൂ നോർമൽ. വാട്ട് എവർ വർക്ക്സ് ഫോർ യു, ഫോളോ ദാറ്റ്. അല്ലാതെ നമ്മൾ ശരിയല്ല എന്നും പറയരുത്. ബിക്കോസ് ദിസ് വേൾഡ് ഈസ് മൂവിങ് സോ ഫാസ്റ്റ്, സോ ദാറ്റ് നമ്മൾ പഠിച്ചു വെച്ചതൊക്കെ പെട്ടെന്ന് മാറുന്നുണ്ട്. സോ ഫോളോ വാട്ട്സ് വർക്കിംഗ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് പേഴ്സണൽ ബ്രാൻഡ്? ഞാനൊരു ഷോർട്ട് ബ്രീഫ് പറയാം എന്താണെന്ന്. ഇറ്റ്സ് വാട്ട് പീപ്പിൾ റിമെമ്പർ വെൻ യു ലീവ് ദ റൂം. നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെക്കുറിച്ച് ആൾക്കാർ എന്താണോ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുന്നത്, ദാറ്റ് ഈസ് യുവർ പേഴ്സണൽ ബ്രാൻഡ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ തിങ്ക് ദാറ്റ് പേഴ്സണൽ ബ്രാൻഡ് ഈസ് ലോഗോ അല്ലെങ്കിൽ കളറ് അല്ലെങ്കിൽ ഒരു ടോൺ ഓഫ് വോയിസ്, ഇതൊക്കെയാണെന്നായിരിക്കാം. പക്ഷേ അതൊന്നുമല്ല ആക്ച്വലി പേഴ്സണൽ ബ്രാൻഡ്. പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ദ ഫീലിംഗ് യു ലീവ് ബിഹൈൻഡ്. നിങ്ങളുടെ റെപ്യൂട്ടേഷൻ എന്താണോ അതാണ് പേഴ്സണൽ ബ്രാൻഡ്. പല യങ് പ്രൊഫഷണൽസും ചെയ്ത് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ട്രൈ ടു ബിക്കം കോർപ്പറേറ്റ്. അതായത് ബ്രാൻഡിങ്ങിൽ ബെസ്റ്റ് കോർപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ കോർപ്പറേറ്റ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുക അങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ബട്ട് റിമെമ്പർ വൺ തിങ്, പീപ്പിൾ ഡോണ്ട് ഫോളോ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബ്രാൻഡ്. പീപ്പിൾ ഫോളോ പീപ്പിൾ. നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കൂ, യു ഹാവ് മോർ പീപ്പിൾ. നിങ്ങൾ ഫോളോ ചെയ്യുന്ന അധികം ആൾക്കാരായിരിക്കും മോർ ദാൻ ബ്രാൻഡ്. നിങ്ങൾ ലിങ്ക്ഡിൻ എടുത്ത് നോക്കൂ, നിങ്ങൾ ആൾക്കാരായിരിക്കും. ബിക്കോസ് യു ക്യാൻ ഫീൽ എ കണക്ഷൻ. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിൻഡ് റിയാലിറ്റിയാണ് അല്ലേ? അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷെ പീപ്പിൾ അങ്ങനെയല്ല. പീപ്പിൾ മജ്ജയും മാംസമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇമോഷൻസും അവർ സംസാരിക്കും. അവർ നമുക്ക് കൂടുതൽ ട്രസ്റ്റ് തരും. സോ ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ഗുഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മോറൽ കാര്യമല്ല പറയുന്നത്. നമുക്ക് ഓൾറെഡി ഉള്ള അപ്പർ ഹാൻഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫേസ് ഉണ്ട്, നമുക്കൊരു ക്യാരക്ടർ ഉണ്ട്. അത് നല്ല രീതിയിൽ പോർട്രേ ചെയ്യുന്നതാണ് എ പാർട്ട് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെൻ ദേ ആർ ഫോളോയിങ് കോർപ്പറേറ്റ്, യു ആർ സംഹൗ ബിക്കമിങ് റോബോട്ടിക്. അല്ലെങ്കിൽ നിങ്ങൾ പോലും അല്ലാതെ ഒരു കോർപ്പറേറ്റ് പേഴ്സോണയിലേക്ക് പോവാണ്. ബട്ട് ആക്ച്വലി നിങ്ങളായിട്ട് ഹ്യൂമൻ ബീയിങ് ആയിട്ട് പേഴ്സണലായിട്ട് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റീച്ചും ഗ്രോത്തും കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി, റാദർ ദാൻ ക്രിയേറ്റിംഗ് ഈ കോർപ്പറേറ്റ് ലെവൽ ബ്രാൻഡ്. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കാണാം, most of the corporate organizations are trying to become human more. അതായത് അവർ നമ്മളായിട്ട് കൂടുതൽ അടുത്തിടപഴകി കണക്ഷൻ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അല്ലെങ്കിൽ ബുണ്ടസ് ലീഗൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ നമുക്ക് റിലേറ്റബിൾ ആവുന്ന രീതിയിലുള്ള കോണ്ടൻ്റാണ് ഇപ്പോൾ പുഷ് ചെയ്യുന്നത്. ഈവൺ ദോ ദേ ആർ ജയൻറ്റ് കോർപ്പറേറ്റ്സ്, ദേ ആർ ട്രൈങ് ടു ബിക്കം അവർ റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള മീമും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് അവരുടെ പെർസോണ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളാണ്, അവിടെ ഒരു മലയാളി ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കിപ്പിക്കാൻ ഇവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബ്രാൻഡ്സ് ഹ്യൂമൺ ആവുന്ന കാലത്ത് ഹ്യൂമൻസ് ഒരിക്കലും ബ്രാൻഡ് പോലെ ബിഹേവ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു തോട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് എ സ്റ്റോറി പീപ്പിൾ ടെൽ അബൌട്ട് വിത്തൗട്ട് ആസ്കിങ് യു. അതായത് നിങ്ങൾ പറയാതെ പറയുന്നൊരു കഥയായിരിക്കണം ഈ പേഴ്സണൽ ബ്രാൻഡ്. നിങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊരു പെർട്ടിക്കുലർ ഭാഗത്തെ മാത്രം ആളായിട്ട് ഇരിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പലരോടും പറയുന്നതാണ്, ഇഫ് യു ആർ എ ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈനർ അല്ലെങ്കിൽ UX ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ ആ കാര്യം എന്നിട്ട് ഇങ്ങനെ കഥ പറയുന്ന പോലെ ആ കാര്യത്തിനെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചത് കൊണ്ട് നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ടാകുന്നില്ല. നിങ്ങളീ പറയുന്ന ഓൾറെഡി ഉള്ള കാര്യങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്.
Now what you actually need is ബിൽഡിങ് ട്രസ്റ്റ് വിത്ത് യുവർ കമ്മ്യൂണിറ്റി അല്ലേ? അങ്ങനെ ബിൽഡ് ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവൻ ആരാണ്, ഇവന് ശരിക്കും ഇങ്ങനെ ഒരാളുണ്ടോ, ഇവർ രാവിലെ എന്താ ചെയ്യുന്നത്, ഇവ ഉച്ചയ്ക്ക് എന്താ ചെയ്യുന്നത്, വൈകിട്ട് എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ളൊരു തോട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കൊരു ടോണോ അല്ലെങ്കിൽ ഒരു എനർജിയോ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഇവ ഇത്രയും അഗ്രസീവ് ആണോ, കുറച്ച് സർക്കാസ്റ്റിക് ആണോ, അല്ലെങ്കിൽ ഫണ്ണി ആണോ, ജോയ്ഫുൾ ആണോ, സീരിയസ് ആണോ? നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഷെഫുകളെയോ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗേഴ്സിനെ എടുത്താൽ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ചില ആൾക്കാർ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കും, ചില ആൾക്കാർ അതായത് സ്നേഹം തരണേ കൂട്ടുകൂടണേ എന്നൊക്കെ പറയും, ചില ആൾക്കാർ നമുക്കിന്ന് അത് ഉണ്ടാക്കാം ബാ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ക്യാരക്ടറാണ്. ഈവൺ ദോ ഇവർ പറയുന്ന കഥ അല്ലെങ്കിൽ ഇവർ കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫ് പള്ളിക്കറി ആണെങ്കിലും ഇവർ പറയുന്ന രീതി ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ആൻഡ് ഫോളോയിങ്. അപ്പോൾ ഇറ്റ്സ് യുവർ പെർസ്പെക്റ്റീവ് ഫ്രം ദെയർ സൈഡ്. അങ്ങനെ ആയിരിക്കണം ഇത് പോവേണ്ടത്. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബി ആക്ച്വലി കൺസിസ്റ്റൻറ്റ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവണം എല്ലാ അർത്ഥത്തിലും. നിങ്ങൾ ഷോ അപ്പ് ചെയ്യുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആവണം. അതായത് ഇന്നൊരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആഴ്ച അടുത്ത കൊല്ലമാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ യു ഡോണ്ട് ഹാവ് എനിത്തിങ്. ബിക്കോസ് അത്രയും ക്രൗഡഡ് ആണ് പ്ലാറ്റ്ഫോമുകൾ. എല്ലാ മിനിറ്റിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് പോസ്റ്റിംഗ്, ഇറ്റ്സ് അബൌട്ട് ഷോയിങ് അപ്പ്. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും നിങ്ങൾ റിയൽ വെർച്വൽ വേൾഡിലല്ല ഫിസിക്കൽ വേൾഡിലാണെങ്കിൽ പോലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോ അപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ ബിൽഡ് ട്രസ്റ്റ്. ഇമാജിൻ നിങ്ങളോടൊരു ഫ്രണ്ട് പറയാണ് ഞങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരാം, നമുക്ക് ഒരുമിച്ച് ഫുഡൊക്കെ അടിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച ആവുന്ന നേരത്ത് പുള്ളി നിങ്ങളെ തേച്ചാൽ ഒരു പ്രാവശ്യമൊക്കെ 2 പ്രാവശ്യമൊക്കെ 3 പ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ആളെ വിളിക്കൽ നിർത്തും. അതുപോലെ അതാണ് കൺസിസ്റ്റൻസി. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് തകർന്നിരിക്കുകയാണെങ്കിലും യു ഹാവ് ടു അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ട്രസ്റ്റ് പൊട്ടിപ്പോവും. എനിക്ക് ആക്ച്വലി TMJയുടെ ഇഷ്യൂ ഉണ്ട്, സൈനസ് ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്. അതായത് ഒരാഴ്ചയിൽ ഒരു 4 days എനിക്ക് തലവേദനയും തലകറക്കൊക്കെ ഉണ്ടാവും. 3 ദിവസം ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കാറുള്ളൂ. ടുഡേ ഈസ് വൺ ഓഫ് ദറ്റ് ഡേ. പക്ഷേ യു ഹാവ് ടു, അത് മസ്റ്റാണ്. നമുക്ക് ഇത് നമ്മുടെ തന്നെ കാര്യമായതുകൊണ്ട് നമുക്ക് സിക്ക് ലീവ് ഇട്ടിട്ട് കളി കളിക്കാൻ പറ്റില്ല. യു ഹാവ് ടു ഷോ അപ്പ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബി യുവർ സെൽഫ്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ബി യുവർ സെൽഫ് എന്ന്. പക്ഷേ ആക്ച്വലി എന്താ ബി യുവർ സെൽഫ്? നിങ്ങളായിട്ട് തന്നെ. മറ്റേ വണ്ടി സൊനാലി അറിയോ? സൊനാലിയ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ക്ലോൺ ഓഫ് ക്വാളിസ്. നമ്മുടെ പിന്നിലിപ്പോൾ പോയി ഞാൻ ഇവിടെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാം അതിൻ്റെ ഫോട്ടോ. ഇറ്റ്സ് ആക്ച്വലി ക്വാളിസ് തന്നെയാണ്, ബട്ട് ദേ കൈൻഡ് ഓഫ് ഇൻസ്പയർഡ് ആയിട്ട് ദേ ക്രിയേറ്റഡ് എ വേർഷൻ. അപ്പോഴേക്കും ക്വാളിസ് നിർത്തിയിട്ട് ദേ ക്രിയേറ്റഡ് ഇന്നോവ. അത് നമുക്ക് വേറെ കാര്യം, അത് നമുക്ക് അടുത്ത കഥയിൽ പറയാം. ആക്ച്വലി ഐ എം പ്ലാനിങ് ടു ഡു ഓട്ടോമൊബൈൽ ഡിസൈൻ റിവ്യൂസ് ഇൻ ടേംസ് ഓഫ് എർഗണോമിക്സ് ആൻഡ് ഡിസൈൻ ലാംഗ്വേജ്, നോട്ട് അബൌട്ട് ദ പെർഫോമൻസ് ആൻഡ് ഹോഴ്സ് പവർ. അതല്ല ഇതിലേക്ക്. എനിവേ, അപ്പോൾ നമ്മളവിടെ പറഞ്ഞു നിർത്തിയ ഇതിന് സ്ക്രിപ്റ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വായത്തോന്നി ഇങ്ങനെ പറയാണ്. പക്ഷേ ആക്ച്വൽ വായത്തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളെന്നല്ല, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വിത്ത് നമ്മൾ റിസർച്ച് ചെയ്ത കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും തന്നെയാണ്. പക്ഷേ ദിസ് ഈസ് സ്ട്രക്ചേർഡ് അല്ലാത്തതുകൊണ്ടേ ഇടയ്ക്കിങ്ങനെ പാളുന്നുണ്ട് ഓരോ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ഇന്നോവയിൽ നിന്ന് വന്നു. ഓക്കെ, ഈ ബീയിങ് യുവർ സെൽഫിനൊരു പ്രശ്നമുണ്ട്. ചില ആൾക്കാർ പറയും ദിസ് ഈസ് മീ, ഞാൻ ഇങ്ങനെയാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കണ്ടേന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നിങ്ങൾ എങ്ങനെയാണോ ആ ചിത്രം മാത്രമാണ് നമ്മൾ കാണിക്കാൻ പാടും. അതല്ലാത്തൊരു പേഴ്സൺ ഉണ്ടായിക്കഴിഞ്ഞാൽ 2-3 കൊല്ലത്തിന് മാക്സിമം ഒരു കൊല്ലമൊക്കെ അത് ഓടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേഴ്സണൽ ബ്രാൻഡും നമ്മുടെ ആക്ച്വൽ ക്യാരക്ടറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ബാക്ക് ഫയർ ചെയ്യും. ഇതിനൊരു എക്സാമ്പിളാണ് ബിയർ ബൈസെപ്സ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ബിയർ ബൈസെപ്സിൻ്റെ ഇഷ്യൂ. പക്ഷെ അതൊരു നല്ല എക്സാമ്പിളാണ്, അതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് പഠിക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു മോശക്കാരനാക്കൽ ബിയർ ബൈസെപ്സ്, ഇറ്റ്സ് ഹീസ് ലൈഫ്, ബട്ട് ദിസ് ഇസ് എ ഗുഡ് കേസ് സ്റ്റഡി. ഇഫ് യു ആർ ബിൽഡിങ് എ ബ്രാൻഡ് അറൗണ്ട് എ പേഴ്സോണ, you should be sticking with that persona because people following you love that version of yourself. അപ്പോൾ നിങ്ങൾ ഫേക്കായിട്ടൊന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അതല്ല എന്ന് അറിയുമ്പോണ്ടല്ലോ ഇത് ബാക്ക് ഫയർ ചെയ്യും.
പക്ഷേ ബാക്ക് ഫയർ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു റീച്ച് ലാർജർ ഓഡിയൻസ്, ബട്ട് ഇൻ എ നെഗറ്റീവ് വേ. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഓക്കെ അപ്പോൾ ഞാൻ ആക്ച്വലി എങ്ങനെ എല്ലാ ഇവൻ്റ് ഇങ്ങനെ കാണിക്കണോ അങ്ങനെയൊക്കെ ചോദിക്കും. ബിക്കോസ് ഇഫ് ഞാൻ ഇങ്ങനെയാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ആവില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള അതിൻ്റെ ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് യു ഹാവ് എ നെഗറ്റീവ് ഷെയ്ഡ് ഓർ എ ഷെയ്ഡ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു പോർട്രേ, തിങ്ക് അത് മാറ്റാൻ സമയമായി എന്നല്ല അതിനർത്ഥം. Actually, you are guilty to show part of your side, then you should change. ചിലപ്പോൾ അത് വല്ല ഇൻസെക്യൂരിറ്റി ഒക്കെ കാരണമായിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ ഒരു പിമ്പിളുണ്ട്, അപ്പോൾ എനിക്ക് പിമ്പിൾ കാണിക്കാൻ പറ്റില്ല, അപ്പോൾ ഞാനത് കവർ ചെയ്തു. ആ കാര്യമല്ല ഞാൻ പറയുന്നത്. ഐ ഡ്രിങ്ക് അല്ലെങ്കിൽ ഐ സ്മോക്ക്, പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടു ഷോ കേസ് ദാറ്റ് ഐ ആം ഡ്രിങ്കിങ്. ഇറ്റ്സ് ടൈം ടു ആസ്ക് യുവർ സെൽഫ്, ബിക്കോസ് ഇറ്റ്സ് ലാർജർ ഗോളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാല്യൂ ആണ് യു ആർ കണ്ടിന്യൂയിങ്. ഇറ്റ്സ് ടൈം ടു കട്ട് ദാറ്റ് വാല്യൂ. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫേക്കിംഗ്, ഇറ്റ്സ് അബൌട്ട് ബീയിങ് എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് ദാറ്റ് അലൈനിങ് വിത്ത് യുവർ ലാർജർ ഗോൾ, സോ ദാറ്റ് യു ക്യാൻ ഗ്രോ വിത്ത് the community or the people that you are actually building the personal brand. എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം. ആൻഡ് ആക്ച്വലി ദാറ്റ് ഗ്രോത്ത് ഇവർ നിങ്ങളുടെ 0 കണ്ടിട്ടുണ്ട്, ഇവർ നിങ്ങളുടെ കൂടെ 1-2ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ വാസ് അറ്റ് 0, ഞാനിപ്പോൾ 1-ലെത്തി. എൻ്റെ ലാർജർ ഗോൾ ചിലപ്പോൾ 10 ആയിരിക്കാം, ഞാനിപ്പോൾ 1-ലെത്തി. ആൻഡ് ഞാൻ ഈ സ്റ്റെപ്പ് കയറുന്നത് നിങ്ങൾ കണ്ടു. ദാറ്റ് വിൽ ബിൽഡ് ട്രസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ കണ്ടറിയാം, ഫസ്റ്റ് നമ്മുടെ ക്വാളിറ്റി എന്തായിരുന്നു, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു. ബട്ട് ഐ ബിൽഡ് എ സിസ്റ്റം നൗ 100%. ഞാൻ പറയുന്നത് വീഡിയോൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ സ്റ്റൈലിലോ ഒന്നുമല്ല. ഐ എം ഹാവിങ് എ ഫുൾ ടൈം കോർപ്പറേറ്റ് ജോബ്, ഐ എം ഡൂയിങ് പോഡ്കാസ്റ്റ്, ഐ എം ട്രാവലിംഗ് എലോട്ട്, ഐ എം ഡൂയിങ് ടോക്ക് ഷോസ്, ഇങ്ങനത്തെ പോഡ്കാസ്റ്റ് പോലത്തെ കൊച്ചു കൊച്ചു പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിൽഡ് എ സിസ്റ്റം ദാറ്റ് ഹെൽപ്പ് യു, ബിക്കോസ് എല്ലാവർക്കും 24 മണിക്കൂറുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു ഹാവ് ടു ഗ്രോ വിത്ത് യുവർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ പറയും ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ആവുന്ന ഇഷ്ടം, ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്ന ഇഷ്ടം, ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മതി, എൻ്റെ ടോൺ ഇതാന്നൊക്കെ പറയും. നിങ്ങളങ്ങനെ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ലാർജർ ഗോള്, നിങ്ങളിപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലോങ് ടേമിൽ എന്താണ് സംഭവിക്കുക എന്ന് ആലോചിക്കുക. ആ സംഭവിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത റിസൾട്ടാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. അത് പേഴ്സണൽ ബ്രാൻഡിങ്ങിലാണെങ്കിലും ശരി, ലൈഫിലാണെങ്കിലും ശരി. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇഫ് യു ലവ് ടു ഈറ്റ് ഫുഡ്, കുറേ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, കുറേ സ്വീറ്റ്സ് കഴിക്കാൻ ഇഷ്ടമാണ്, കുറേ ഫാറ്റി ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, ജങ്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ എൻജോയ്. പക്ഷേ നിങ്ങൾക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ഡു യു വാണ്ട് ദാറ്റ്? അത് വേണ്ടെന്നാണെങ്കിൽ അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ലോങ് ടേമിൽ ചിന്തിക്കണം. ഇന്ന് യു ഹാവ് ടു ചേഞ്ച്, ബി യുവർ സെൽഫ്. പക്ഷേ ദിസ് ഈസ് മീ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് സ്റ്റക്ക് ആവരുത്. നിങ്ങൾക്ക് വേണ്ട ലാർജർ ഗോൾ എന്താണോ അതിനെ ടൈലർ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം യുവർ പേഴ്സണൽ ബ്രാൻഡും, സോ ദാറ്റ് ഈവൻ ദോ ദ ഓൾഡർ വേർഷൻ ഓഫ് യു ഈസ് നിങ്ങൾ പ്രൗഡ് ആവാത്ത ഒന്നാണെങ്കിലും you can grow with your personal brand. And actually identity will help you to tailor your habits. Atomic Habits വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കിട്ടും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഹൗ യു മേക്ക് പീപ്പിൾ ഫീൽ അക്രോസ് ഓൾ ദ ടച്ച് പോയിൻറ്റ്സ്. അപ്പോൾ ഈ ടച്ച് പോയിൻറ്റ്സ് എന്താ, ഇതൊക്കെ ആക്ച്വലി കൺസൾട്ടിങ്, സർവീസ് ഡിസൈൻ, പ്രൊഡക്റ്റ് ഡിസൈൻ ടേംസ് ആണ്. ടച്ച് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുമായിട്ട് ഈ യൂസേഴ്സ് കണക്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം. ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയ ആവാം, അതായത് ഇൻസ്റ്റഗ്രാം ആവാം, ചിലപ്പോൾ അത് ഇൻ പേഴ്സൺ ആവാം, ചിലപ്പോൾ അതൊരു മെയിലാവാം, ന്യൂസ് ലെറ്റർ ആവാം, പോർട്ട്ഫോളിയോ ആവാം, അല്ലേ, ഇൻ്റർവ്യൂ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ വൈബ് ഉണ്ടല്ലോ, ദിസ് ഷുഡ് ബി സെയിം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഒരു സ്ഥലത്ത് പോയിട്ട് ജാടയിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറെ ആളെ പോലെ ബിഹേവ് ചെയ്യരുത്. യു ഷുഡ് ബി സെയിം. നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ എന്താ ഒരു സുഖമാണ്.
തൃശ്ശൂർ എത്തുമ്പോൾ ഉണ്ടല്ലോ, ഐ ഡോണ്ട് നോ, എല്ലാവർക്കും ഇങ്ങനെയാണ്. ചിലപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ട് പോകുന്നവർക്ക് കോഴിക്കോട് എത്തിയാലായിരിക്കും അസുഖം. സംഗതി എൻ്റെ വീട് പാലക്കാടാണെങ്കിലും തൃശ്ശൂർ അങ്ങോട്ട് എത്തിയാണല്ലോ ഒരു സമാധാനമാണ്. ഇനി ഇതൊക്കെ എന്തിനാന്നുള്ളൊരു കാര്യമുണ്ട്. ഇന്നത്തെ ഡേ ആൻഡ് വേൾഡിൽ വി ആർ നോട്ട് ജസ്റ്റ് ഡിസൈനേഴ്സ്, അല്ലെങ്കിൽ ഡോക്ടർ മാത്രമായിരിക്കില്ല, എൻജിനീയർ മാത്രമായിരിക്കില്ല. എല്ലാവർക്കും ഒരു ആൻഡ് ഉണ്ടായിരിക്കും. അതായത് ഐ എം എൻ എൻജിനീയർ ആൻഡ്, അലി അബ്ദുള്ളൊക്കെ പറയുന്ന പോലെ ഐ എം എൻ ഡോക്ടർ ആൻഡ്, അങ്ങനെ ഒരു ആൻഡ് ഉണ്ടായിരിക്കും. ആൻഡ് ആ ആൻഡ് ആയിരിക്കും കുറേ ഓപ്പർച്യൂണിറ്റി തരിക. ഭയങ്കര നോയ്സാണ് ഇവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിൽ നമ്മൾ ഒരു മാർക്കിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഴ്സണൽ ബ്രാൻഡിങ് വെറുതെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തൽ മാത്രമാവരുത്. ദാറ്റ് ഷുഡ് ഗിവ് യു ഓപ്പർച്യൂണിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ ഹയറിങ് മാനേജർ, നിങ്ങളെ ഹയർ ചെയ്യാൻ പോകുന്ന മാനേജർ ഈസ് ഓൾറെഡി നിങ്ങളുടെ ബ്ലോഗിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂസ് ലെറ്ററിൻ്റെ സ്ഥിരം റീഡറാണ്, അല്ലെങ്കിൽ ഈസ് ഓൾറെഡി ഫോളോയിങ് യു ഓൺ ഫേസ്ബുക്ക്. ദെൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഇതേ ഓൾറെഡി നോ യു. അവരുടെ JD ആയിട്ട് ഇനി അലൈൻ ചെയ്യുമെന്ന് മാത്രമേ നോക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെത്തി. ഒരു പൊടിക്ക് വഴി തെറ്റിയിട്ടുണ്ട്, സാരില്ല, നമുക്ക് അതിനാണല്ലോ റിവേഴ്സ് ഗിയർ അല്ലേ. അണ്ണൻ കലിപ്പോട്ടോ, നമ്മൾ റോട്ടിലിട്ട് തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് വന്നപ്പോഴേ നല്ല റോഡാണിത്. നല്ല റോട്ടിൽ കൂടെ കൊണ്ട് പോയി ഞാൻ. ഇത് ആക്ച്വലി റൈറ്റ് തിരിയാണ്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ആൻഡ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, അപ്പം നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അടിപൊളി. യെസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആക്ച്വലി പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് എനിക്ക് ഇനിയും കുറേ പറയാനുണ്ട്. നീ പറഞ്ഞ ഞാനൊരു അധിക പ്രസംഗമായിപ്പോൾ, അല്ലെങ്കിൽ തന്നെ വീഡിയോൻ്റെ ലെങ്ത് കൂടി ഉണ്ടാവും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത എപ്പിഡോസിൽ കാണാം. അതുവരെ